കർത്താവിൻ്റെ നാമത്തിൽ കൂട്ടുവേല ചെയ്യുന്ന ബഹുമാന്യരും ആദരണീയരുമായ ദൈവദാസന്മാർക്ക് എൻ്റെ വന്ദനം. ആത്മീക നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്ക് എൻ്റെ വന്ദനം. കൊളീഗ്സായി, കണ്ടംപററീസായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്കും എൻ്റെ വന്ദനം. കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അന്ന് കോപ്പി ഇല്ലായിരുന്നു. ഇന്ന് 25 കോപ്പി അവൈലബിൾ ആണ്. വെൽത്ത് ഇൻ പെൻഡക്കോസ്റ്റൽ ഫെയ്ത്ത്, നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ കൗണ്ടറിൽ ഇത് അവൈലബിൾ ആണ്. ഇതിന് 500 കോപ്പി പ്രിൻ്റ് ചെയ്തതിന് ഞാൻ 3 lakhs rupees പേ ചെയ്തു. നിങ്ങൾ മേടിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുകയില്ല. ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നവരും വായനാശീലമുള്ളവരും മാത്രം വായിച്ചാൽ മതി. 350 rupees നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ പേപ്പർ ബിസിനസ് പേപ്പറല്ല, ബെസ്റ്റ് പേപ്പറാണ്. ഇതിൻ്റെ ലേഔട്ടും കാര്യങ്ങളും എല്ലാം നന്നായി പേയ്മെൻറ്റ് ചെയ്ത ഒരു വർക്കാണ്. ഇതാവശ്യമുള്ളവർക്ക് അവൈലബിൾ ആണ് എന്ന് പ്രാരംഭത്തിൽ ഞാൻ തന്നെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്, ഞാനിവിടെ നിൽക്കുമ്പോൾ ആദരിക്കപ്പെട്ട അതിനെ ഒരു വേർഡിൽ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടായി. ഞാൻ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ, ട്രിനിറ്റി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം 3 മാസം ഉണ്ടായിരുന്നു. അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്, ജോജു ഉമ്മൻ, ജെയിംസ് ഉമ്മൻ, ആ ഫാമിലി, അവരുമായിട്ട് സംസാരിക്കുമ്പോഴെല്ലാം അവരുടെ പിതാക്കന്മാർ ചേർന്ന് പ്ലാന്റഡ്, മനുവേഡ് ആൻഡ് നർച്ചേഡ് എന്ന സംഘടനയോട് അമിതമായ വാത്സല്യവും സംഘടനയിൽപ്പെട്ട ആളുകൾ ചെല്ലുമ്പോൾ വേണ്ടുന്ന കെയറും ചെയ്യുന്നു. അതുപോലെ KV ജോൺസൺ പാസ്റ്റർ സഭയിലും ജോൺ ജോൺസൺ പാസ്റ്ററുടെ സഭയിലും എനിക്ക് പോകുവാനും അവർ ഇങ്ങനെയുള്ള ആദരവുകളെ എൻകറേജ് ചെയ്ത് കേട്ടപ്പോൾ എനിക്കും മൈ ഹാർട്ട് വാസ് ബബ്ലിങ്. നമ്മളുടെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അധ്വാനിക്കുകയും സിൻസിയറായി ഒരു ലൈഫ് സ്പാൻ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് ദൈവവേലയ്ക്ക് വേണ്ടി നിന്നതിന് ശേഷം ഹെൽത്തും നഷ്ടപ്പെട്ട്, വെൽത്തും നഷ്ടപ്പെട്ട്, എല്ലാ പ്രഭാവങ്ങളും നഷ്ടപ്പെട്ടവരായി അവരെ ഐസൊലേറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് നിർത്തുന്ന ഒരു സ്വാഭാവിക രീതി വരുന്ന കോണ്ടെക്സ്റ്റുകളിൽ അവരെ എംബ്രേസ് ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർത്ത് നിർത്തി ഊഷ്മളതയും എനർജിയും നൽകി മുൻപോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വമാണ് ആത്മീയ ഉത്തരവാദിത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കിയൊക്കെ മാനുഷിക മുൻവിധികളാണ്. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഓർക്കുക, എൻ്റെ ഫാദർ ഒരു പാസ്റ്ററല്ലായിരുന്നു. എൻ്റെ ബന്ധത്തിലോ സ്വന്തത്തിലോ ആരും തന്നെ പാസ്റ്റർമാരില്ല. കർത്താവ് വേലയ്ക്ക് വിളിച്ചു, ഇറങ്ങി. കഴിഞ്ഞ 41 വർഷമായി വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്തു. ആദരിക്കപ്പെട്ടവരെ എല്ലാം ദൈവം ഒന്നേ വിളിച്ചോളൂ. ഒരു വിളിയും 1000 വെല്ലുവിളിയും അവർ സഹിച്ചു. ദൈവവിളി ഒന്ന്, മനുഷ്യരിൽ നിന്നുള്ള വെല്ലുവിളി thousands of വെല്ലുവിളി. 1000 വെല്ലുവിളിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവവിളി എന്ന ഏക കരുത്തിൽ തൂങ്ങിക്കൊണ്ട് 75, 80 അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ്സിൽ കരുത്തരായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ആദരിക്കുക തന്നെ വേണം. അത് ബിബ്ലിക്കൽ എത്തിക്സ് ആണ്. അങ്ങനെ ചെയ്ത CMന്റെ ആളുകളെ, ഉത്തരവാദിത്തപ്പെട്ടവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സമയം അധികമില്ലാത്തതുകൊണ്ട്, ഇപ്പോൾ 11:07 ആയതുകൊണ്ടും കൃത്യമായി സമയം പാലിക്കണമെന്ന് കോശി സാറ് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടും ഞാൻ സമയത്തെ ഭയപ്പെടുന്നു. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് തന്നെ കയറാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. പ്രസന്റ് സഫറിംഗ് നോട്ട് കമ്പയറബിൾ ടു ദ ഗ്ലോറി ദാറ്റ് വിൽ ബി റിവീൽഡ്. ഇതാണ് നമ്മളുടെ പ്രമേയം. ആ പ്രമേയത്തിൻ്റെ സബ്തീമായി ഞാൻ എടുത്തതാണ് മൾട്ടി ഫങ്ഷണൽ ഡൈമെൻഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ എ പാസ്റ്റർ ഓർ ഇൻ എ ബിലീവർ. അപ്പോൾ ഹോളി സ്പിരിറ്റും ഇന്നത്തെ ഗ്ലോറിയസ് ഡൈമെൻഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, നമ്മളെടുത്ത പ്രമേയം ഞാൻ പ്രസന്റ് ചെയ്യുന്ന പേപ്പറുമായി എങ്ങനെ ലിങ്ക് ചെയ്യാം. നമ്മൾ സാധാരണ സ്റ്റേജിൽ വരുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് പ്രസംഗം കേൾക്കുമ്പോൾ കൂട്ടുപോയിടുന്നത്, എന്താണ് പ്രസംഗം കേൾക്കുമ്പോൾ ഉറക്കം വരുന്നത്? ഞാൻ എൻ്റെ ലൈഫ് തന്നെ അനലൈസ് ചെയ്ത് നോക്കി. യുക്തിസഹജമല്ലാത്ത വാക്കുകളും പൊള്ളയായ വാക്കുകളും
ഫോൾസായ ബലൂൺ വീർപ്പിക്കലുകളും 2-3 മിനിറ്റേ കേട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അത് കൂടുതൽ കേട്ടിരിക്കാൻ മനുഷ്യന്റെ സൈക്കോ സിസ്റ്റത്തിന് കഴിയത്തില്ല. യുക്തിസഹജമായ ഭാഷയിലൂടെയും വിശ്വാസ സഹജമായ വാരാന്തയിലൂടെയും ഭാഷയെ കോർത്തിണർക്കി ആശയത്തിന്റെ ആഴത്തെ വ്യക്തമായി വിളമ്പിയാൽ ഉറക്കവും ക്ഷീണവും മടിയെല്ലാം മാറി ദൈവസന്നയിൽ സന്തോഷിപ്പാൻ ഇടവരും. യോജിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ വാഴ്ത്തുന്നു. What is the glory dimension of the Holy Spirit? What is the glory dimension of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ മഹത്വം എന്ന ആ തലം എന്താണ് എന്ന് പറയട്ടെ. ഒന്നാമതായി വേദപുസ്തകം പഠിച്ചു നോക്കിയപ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് ആണ് പരിശുദ്ധാത്മാവിന്റെ ഗ്ലോറി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഈ സമയം കുറവുള്ളത് കൊണ്ട് നിന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കണക്ഷൻസ് ലിങ്കുകളും സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങളെ ചെയ്ത് പഠിപ്പിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വേദപുസ്തക ഭാഗത്തേക്ക് കിടന്ന് അതിലൂടെ സ്റ്റോറികളിലൂടെ കണക്ട് ചെയ്ത് നിങ്ങളെ ചിന്തിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിന് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായമാണ്. നിങ്ങളെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും പ്രസംഗം ചെയ്തിട്ടുള്ള ആളുകളാണ്. ആ ഭാഗത്ത് നിന്ന് 5-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മാർക്സ് Gospel chapter 5 verses beginning from 1 to 13. ഈ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോറിയസ് ഡൈമെൻഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നതിനെ ആസ്പദമാക്കി പ്രസന്റ് ഡേ സഫറിംഗ് ഈസ് നത്തിങ്, ബിക്കോസ് we are going to have more glorious occasions and experiences in the nearest days. നമുക്ക് വലിയൊരു മഹത്വവും വലിയൊരു ദൈവിക പ്രഭയും പ്രാപിക്കാൻ പോകുന്നവരാണ് നാം. അപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന പെർസിക്യൂഷൻസ്, ഒന്ന് ഛത്തീസ്ഗഡിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടംപററി ലെവലിൽ പെർസിക്യൂഷൻ നീങ്ങുന്നത്. ദമാത്രി ഡിസ്ട്രിക്റ്റിലാണ് കൂടുതൽ. എ പാസ്റ്റർ ആൻഡ് others were assaulted because of worship. രണ്ടാമത് ഒഡീഷയിൽ കൊട്ടമേറ്റൂരു എന്ന സ്ഥലത്തും മൽക്കാജി ഡിസ്ട്രിക്റ്റിലുമാണ് കൂടുതൽ സഫറിങ്സും ഇഞ്ചുറീസും നമുക്ക് മീഡിയകളിൽ നിന്ന് റിപ്പോർട്ടാകുന്നത്. നേഷൻ വൈഡ് ആയിട്ടുണ്ട്. 2024 റിപ്പോർട്ട് അനുസരിച്ച് ഹൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഇന്ത്യ. ഈവൻ അമേരിക്കയിലെ ചില പോളിസികൾക്ക് വരെ ഇന്ത്യയിലെ പെർസിക്യൂഷന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയി അവർ വാല്യൂ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അതിൽ കൂടുതൽ പറയാൻ കഴിയില്ല. 2025 മലയാളി നൺസ് വെയർ അറസ്റ്റഡ് ഇൻ നോർത്ത് ഇന്ത്യ റെയിൽവേ സ്റ്റേഷൻ ഇൻ ഛത്തീസ്ഗഡ്. അതിന് അതിഭയങ്കരമായ രാഷ്ട്രീയ കോൺസിക്വൻസസ് ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, പ്രസന്റ് ഡേ സഫറിംഗ് എന്ന് പറയുന്നത് അൺഅവോയ്ഡബിൾ ആണ്, അൺസ്കിപ്പബിൾ ആണ്. സ്കിപ്പ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഇന്ത്യയിൽ, ഓൾ ഓവർ ഇന്ത്യയിൽ പെർസിക്യൂഷൻ നടക്കുന്നുണ്ട്. ഈ പെർസിക്യൂഷന്റെ ഇടയിൽ നിങ്ങൾക്കും എനിക്ക് എങ്ങനെ ആത്മീയരായി ശക്തിപ്പെടാൻ കഴിയും? നിങ്ങൾക്കും എനിക്കും, എൻ്റെ സംഘടനയ്ക്കും, നമ്മളുടെ സംഘടനയ്ക്കും, നമ്മളുടെ ലോക്കൽ സഭകൾക്കും എങ്ങനെ ശക്തരും സജ്ജരുമായി നിലനിൽക്കാൻ കഴിയും എന്നതിന് ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഓരോ വ്യക്തികളിലും ദൈവം നൽകി തന്നിരിക്കുന്ന ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഓഫ് ദ സ്പിരിറ്റ്. പ്രധാനമായും ഒരു വ്യക്തിയിൽ 4 ആത്മാവാണ് ഉള്ളത്. ആ 4 ആത്മാവിനെ വേദപുസ്തകത്തിന്റെ റെഫറൻസ് തന്നുകൊണ്ട് തെളിയിച്ചുകൊണ്ട് ഞാൻ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഇരിക്കുകയും ചെയ്യുന്നതാണ്. അതിനാധാരമായാണ് ഞാൻ ഈ ഭാഗം വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അവർ കടലിന്റെ അക്കരെ ഗദർദേശത്തെത്തി പടകിൽ നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ്, അണ്ടർലൈൻ ഫസ്റ്റ് സ്പിരിറ്റ് ഈസ് അൺക്ലീൻ സ്പിരിറ്റ്. 2, അതിനുശേഷം 15-ാം വാക്യത്തിൽ അണ്ടർലൈൻ ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് അൺക്ലീൻ സ്പിരിറ്റിൽ നിന്ന് ഹി റിട്ടേൺ ടു ഹ്യൂമൻ സ്പിരിറ്റ്. അൺക്ലീൻ സ്പിരിറ്റ് went away, legion went away, but he returned to സുബോധം, ഹ്യൂമൻ സ്പിരിറ്റ്. ഹ്യൂമൻ സ്പിരിറ്റ് ഉണ്ടായപ്പോഴാണ് ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചത്. അതിനു മുൻപ് വസ്ത്രമില്ലായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15-ാം വാക്യത്തിൽ യേശുവിന്റെ അടുക്കൽ വന്ന് ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്ന കണ്ട് അവൻ ഹി വാസ് പ്രോപ്പർലി സിറ്റിംഗ്, ഹി വാസ് പ്രോപ്പർലി ഡ്രസ്ഡ്, ഇമ്മോഡറ്റ്ലി നോട്ട് ഡ്രസ്ഡ്. പിന്നെ പ്രോപ്പറായിട്ട് വസ്ത്രം ധരിച്ചു. പിന്നെ അവൻ എന്ത് ചെയ്തു?
പ്രോപ്പറായി ബിഹേവ് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് രണ്ട് കാര്യം: ഒന്ന് അൺക്ലീൻ സ്പിരിറ്റ്, രണ്ട് സുബോധമുള്ള ഹ്യൂമൻ സ്പിരിറ്റ്. ഇതിനിടയ്ക്ക് യേശു കമാൻഡ് ചെയ്യുന്നതാണ് ഡിവൈൻ സ്പിരിറ്റ്. ദൈവത്തിന്റെ പുത്ര എനിക്ക് നിനക്കിൽ എന്ത് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കുന്ന അപേക്ഷിക്കും. അശുദ്ധാത്മാവെയും മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോ. കമാൻഡ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. Unclean spirit, get away from him. That is Holy Spirit, or Jesus Spirit is equal to Holy Spirit. Holy Spirit and Jesus is one and the same as we define the Trinity. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മൂന്ന് വിധ ആത്മാക്കളെ കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഒരു പാസ്റ്റർക്ക് അല്ലെങ്കിൽ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുന്ന എന്നിൽ ഈ മൂന്ന് ആത്മാവും ഓപ്പറേറ്റ് ചെയ്യും. ചില സമയത്ത് അൺക്ലീൻ സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യും. ചില സമയത്ത് ഞാൻ ഡൊല്ലി എന്ന് പറഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ച് കേട്ടോണം. പിന്നെ അല്ലെങ്കിൽ എന്നെ ഹെററ്റിക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞ് പിടിക്കാൻ നോക്കരുത്. ഒരാളിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അൺക്ലീൻ സ്പിരിറ്റ് പൊസസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടില്ല. അൺക്ലീൻ സ്പിരിറ്റ് പൊസസ് ചെയ്യണമെങ്കിൽ അദ്ദേഹം 7-ാം കൽപ്പന ലംഘിക്കണം, അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിമറികളുടെ വലിയ ഭാവമായിരിക്കണം, അല്ലെങ്കിൽ ഐഡൽ വർഷിപ്പിന്റെ മൂർത്തിഭാവമായിരിക്കണം. ഇങ്ങനെ മാരകമായ കോസ്മിക് ക്രോണിക് ഈവിൾസിനെ നിരന്തരം എക്സർസൈസ് ചെയ്ത് പോകുകയാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയിൽ അൺക്ലീൻ സ്പിരിറ്റ് പൊസസ് ചെയ്യുള്ളൂ. അല്ല എങ്കിൽ അൺക്ലീൻ സ്പിരിറ്റിന് സ്വാധീനമേ വരത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ വളരെ സൂക്ഷിച്ചു വളരെ ശ്രദ്ധിക്കണമേ. ഇനി പാസ്റ്ററെ, അൺക്ലീൻ സ്പിരിറ്റ് ബാധിച്ച ഒരാളുടെ ബിഹേവിയർ എന്താണ്? അശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ പാർപ്പ് എവിടെയാണ്? See, this is best example. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മെയിൻ സ്ട്രീം ലൈഫിൽ വന്ന് പാർക്കാൻ ഇഷ്ടപ്പെടുകയില്ല. അശുദ്ധാത്മാവും അശുദ്ധ ചിന്തകളും അശുദ്ധമായ രീതികളും റെഗുലേറ്റ് ചെയ്യുന്ന ആളുകൾ എവിടെ പാർക്കാൻ വരികയില്ല. അവരുടെ അക്കോമഡേഷൻ, അവരുടെ റെസിഡൻസ് എവിടെയായിരിക്കും? കല്ലറുകളിലായിരിക്കും, ഐസൊലേറ്റഡ് പ്ലേസസിലായിരിക്കും. അധികം ആളുകൾ കടന്നു ചെല്ലാത്തടുത്ത്. കാര്യം അവർ ഏകാന്തതയുടെ തറവിടയിൽ നിന്നുകൊണ്ട് ഇതിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട്, അശുദ്ധാത്മാവിനെ അതിന്റെ പ്രവൃത്തികളെയും ധ്യാനിച്ചുകൊണ്ട് മെയിൻ സ്ട്രീം സ്പിരിച്വൽ ലൈഫിൽ നിന്ന് മാറി ഐസൊലേറ്റഡ് കോർണറുകൾ ഉണ്ടാക്കി ഐസൊലേറ്റഡ് ആയ ചിന്തകളെ വർദ്ധിപ്പിച്ച് അതിന്റെ മേൽ അടയിരുന്ന് 100ആയി 1000ആയി അനേക പാമ്പുകളെ വിരിപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും എതിരായി നീങ്ങും. പാർപ്പ് മോശമെങ്കിൽ ചിന്തകൾ മോശം, ചിന്തകൾ മോശമെങ്കിൽ പ്രവൃത്തികൾ മോശം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വരുന്നത്, നിങ്ങളുടെയും എൻ്റെയും പാർപ്പ്, നമ്മളുടെ റെസിഡൻസ്, നമ്മുടെ അക്കോമഡേഷൻ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ വൈഫ് നല്ലതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് ബ്യൂട്ടി ഉണ്ടെങ്കിൽ, സെൻസ് ഓഫ് എസ്തെറ്റിക് സെൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിനകം എന്തായിരിക്കും എന്നറിയാമോ? നല്ല മെലോഡിയസ് ആയിരിക്കും, ക്ലീൻ ആയിരിക്കും, നീറ്റ് ആയിരിക്കും, ഗാർഡനിങ് ടൈപ്പ് ഉണ്ടായിരിക്കും. നമുക്കെപ്പോഴും നല്ലതിനെ കാണുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലേ? നിശ്ചയമായി. ഇമ്മോഡസ്റ്റായി ഡ്രസ്സ് ചെയ്യുന്നവരെയാണോ, മോഡസ്റ്റായി ഡ്രസ്സ് ചെയ്ത് ഡീസൻ്റായി നടക്കുന്നവരെയാണോ പെട്ടെന്ന് നമ്മുടെ ഐ ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ കൗൺസിലിങ്ങിൽ പഠിച്ച ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് നമ്മൾ കണ്ണടച്ച് കൈയടിച്ച് പാട്ട് പാടണമെന്ന് പറയുന്നത്? ഒത്തിരി പേര് കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്. കാര്യം എന്താണെന്നറിയുമോ? നമ്മളുടെ കണ്ണുകൾക്ക് കളറുമായിട്ട് ബന്ധമുണ്ട്. എൻ്റെ ജന്മവാസനയുള്ളൊരു കളറുണ്ട്. എൻ്റെ ജന്മവാസനയുള്ള കളർ യെല്ലോയിഷാണ്. എൻ്റെ വൈഫിൻ്റെ ജന്മവാസനയുള്ള കളർ റെഡാണ്. ഇതൊരു കൗൺസിലിങ്ങിന് ഒരു പ്രൊഫസറാണ് അത് അണ്ണീർത്തി ഞങ്ങളെ മനസ്സിലാക്കി തന്നത്. ഞാൻ എൻ്റെ മകൾക്ക് ആദ്യം ഉടുപ്പ് മേടിച്ചത് യെല്ലോ ആയിരുന്നു. ഞാൻ എൻ്റെ വൈഫിന് ആദ്യം സാരി മേടിച്ചു കൊടുത്തത് യെല്ലോയിഷ് ക്രീം കളറായിരുന്നു. ഞാൻ ഇഷ്ടപ്പെടുന്നത് മാങ്ങ പഴമായിരിക്കാം. ഞാൻ ഇഷ്ടപ്പെടുന്ന പൊടി ഏതായിരിക്കാം? മഞ്ഞൾ പൊടിയായിരിക്കാം. ഇങ്ങനെ 100 കണക്കിന് ചോദ്യം ചെയ്തതാണ് എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് കളർ എന്താണെന്ന് ആ പ്രൊഫസർ എന്നിൽ നിന്ന് അണ്ണീർത്തി ചെയ്തത്. ഞാൻ പറയാൻ വരുന്ന പാഠം എന്താണെന്നറിയാമോ? നമ്മുടെ അപ്പച്ചന്മാർ, പിതാക്കന്മാർ ദൈവത്തിൻ്റെ ശ്രേഷ്ഠദാസന്മാർ കണ്ണടിച്ച് കൈകളെ അടിച്ച് ആത്മാവിൽ കോൺസെൻട്രേറ്റ് ആരാധിക്കണമെന്ന് പറയുന്നതിന് റീസൺ പറയാനാണ്. നമ്മൾ സ്റ്റേജിലിരുന്ന് കൈയടിച്ച് ആരാധിക്കുമ്പോൾ ഇടയ്ക്ക് കണ്ണു തുറക്കുമ്പോൾ അവിടെ മഞ്ഞയും ക്രീം കളറും ഉള്ള 2-3 ഉടുപ്പും ബ്ലൗസും ഒക്കെ കാണും. എൻ്റെ കണ്ണ് അതീ ചെന്ന് ഉടക്കും. എൻ്റെ കണ്ണ് പെട്ടെന്ന് അതീ എൻ്റെ ലെൻസിൽ നിന്ന് ഉടക്കും. ദാറ്റ് ഈസ് നാച്ചുറൽ, ഈവിൾ അല്ല. എൻ്റെ ഇന്റേണൽ ആറ്റിറ്റ്യൂഡാണ്. എൻ്റെ മാനുഷിക ക്രിയേഷനിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന വാസനയാണ്. ആ വാസന അനുസരിച്ച് എൻ്റെ കണ്ണ് ഒരിടത്ത് പതിയും, നിറത്തിൽ പതിയും.
2-3 മിനിറ്റ് എനിക്ക് എന്ത് കിട്ടത്തില്ല? ഞാൻ അറിയാതെ എൻ്റെ കണ്ണ് നിറത്തെ എൻജോയ് ചെയ്യും. ഹലോ, പാസ്റ്റർമാര് ശ്രദ്ധിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആരാധിക്കുമ്പോൾ നമ്മളും കണ്ണടച്ച് ദൈവത്തെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ പറയാറുണ്ട്, എൻ്റെ ലോക്കൽ സഭകളിൽ പറയാറുണ്ട്, നിങ്ങൾക്ക് കണ്ണു തുറന്നിരിക്കണം. ആരെങ്കിലും ആരാധിക്കുന്നില്ലെന്ന് നോക്കണമെങ്കിൽ ഏറ്റവും പുറകിൽ ഒരു എൽഡറിനോട്, ഒരു പ്രതിപുരുഷനോട് പറയണം, കണ്ണു തുറന്നിരുന്നോളാൻ പറയണം. കാര്യം പ്രതിപുരുഷന്മാർക്ക് കണ്ണു തുറന്നിരിക്കുന്നതും ഫോൾട്ട് കണ്ടുപിടിക്കുന്നതുമാണ് ചിലയിടത്തൊക്കെ ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൈ ഓൺ എക്സ്പീരിയൻസ്. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഹാൻഡിൽ ചെയ്തോളും. ദൈവദാസന്മാരെ, നിങ്ങൾ ആത്മാവിൽ ആരാധിച്ച് കൃപമേൽ കൃപ പ്രാപിച്ച് ശക്തി പ്രാപിച്ച് തന്റെ ജനത്തെ നയിക്കൂ. ദൈവം തമ്പുരാൻ വലിയവ ചെയ്യും. ദൈവം തമ്പുരാൻ നിങ്ങളെ എന്നെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവം വലിയവനാണ്, ഈ കർത്താവ് ശ്രേഷ്ഠനാണ്. അപ്പോൾ ഒന്നാമത്, ദി ഗ്ലോറി dimension of the Holy Spirit is in terms of unholy spirit, that is unclean spirit. Unclean spiritil നിന്ന് ഡൈവേർജ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 7-ാം കൽപ്പനയുടെ ലംഘനം, അമിതമായ സാമ്പത്തിക ഗ്രീഡ്. ചിലർക്ക് ഭയങ്കര ഗ്രീഡാ. ഇത് കണ്ടാലും കേട്ടാലും ഒന്നും അടുക്കത്തില്ല. ഈ പണം. എൻ്റെ ഒരു കൂട്ടുകാരൻ തായ്ലാൻഡിൽ പഠിക്കാൻ പോയപ്പോൾ അവരുടെ ക്ലാസ്സിൽ, പ്രൈവറ്റ് ക്ലാസ്സിൽ, പ്രൊഫസർ ആദ്യം വന്നുകൊണ്ട് എത്തിക്സ് പഠിക്കുന്ന പ്രൊഫസർ അവരെല്ലാം പൈസ കൊടുത്തിട്ട് തീപ്പെട്ടി എത്തിച്ച് മെഴുകി എത്തിച്ച് വന്നു കത്തിച്ച് കളയാൻ പറഞ്ഞു. ക്ലാസ്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഡെമോൺസ്ട്രേഷൻ, രാജ്യദ്രോഹ നമ്മുടെ ഇവിടെ നടക്കുകയല്ല, കത്തിച്ച് കളയാൻ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻസിന് കൈ ഉറയ്ക്കുക, പണം അങ്ങനെ കത്തിക്കുന്നേ, ഇത് ഒരെണ്ണം കിട്ടാൻ എന്ത് പാടല്ലേ. അവസാനം പ്രൊഫസർ അത് വെച്ച് കുട്ടികളെ മെഷർ ഔട്ട് ചെയ്തു, എത്ര ശതമാനം ദ്രവ്യാഗ്രഹം ഉണ്ടെന്ന്. കത്തിച്ച് കളയാൻ പറഞ്ഞു. ഇമ്മീഡിയറ്റ് എത്തിച്ച് കളയാൻ പറഞ്ഞപ്പോൾ കത്തിച്ച് കളഞ്ഞവരെയും അല്ലാത്തവരെയും പുള്ളി കാറ്റഗറൈസ് ചെയ്തു. കാര്യം എന്താണെന്നറിയാമോ? ഈ പണത്തോടുള്ള സ്നേഹം ഉണ്ടെങ്കിലുണ്ടല്ലേ, നമ്മളൊരു ചായ കുടിച്ചാലും അടുത്തിരിക്കുന്ന ആളെ കണ്ണു കാണിച്ച് നമ്മൾ എഴുന്നേറ്റ് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യവും അനുഗ്രഹവും സ്നേഹവും ദൈവകൃപയും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനുള്ള, അശുദ്ധാത്മാവ് പൊസസ് ചെയ്യുവാൻ സാധ്യതയുള്ളതാ. എവര് പോലും അറിയത്തില്ല. മറ്റ് ഭക്തന്മാരെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് അർഹരായവർക്ക് അർഹതയുള്ളത് കൊടുക്കാതെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് പോകുന്ന രീതികളുണ്ട്. അങ്ങനെയുള്ളതൊന്നും ദൈവദാസന്മാരെ നമ്മളുടെ സഭകളിൽ, നമ്മുടെ ലോക്കൽ ലെവലിൽ ഒന്നും വരാൻ പാടില്ല. അത് ദൈവഹിതത്തിന് വിരോധമാണ്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് വൈ ഐ ആം സ്റ്റാൻഡിങ് ഓവർ ഹിയർ. പിന്നെ അൺക്ലീൻ സ്പിരിറ്റ്. അൺക്ലീൻ സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന്, അത് എവിടെയും പോയി പാർക്കും. 2, അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ ചങ്ങല ഉരുമി ഒടിക്കും. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഹാൻഡ്സ് കഫ് ഇട്ട് കഴിഞ്ഞാലും ഇവൻ എന്ത് ചെയ്യും? ഭിത്തിയിലും എവിടെങ്കിലും അയൺ റോഡ് ഉള്ളിടത്തും ഉരുമി ഒടിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ സഭാ ജീവിതത്തിലെ ചിലർ പറയത്തില്ലേ, എൻ്റെ പാസ്റ്റർ, ഇതിനു മുമ്പ് 6 പാസ്റ്റർമാർ ഇവിടെ ഇരുന്നതാ, ഇവരാരും എന്നെ കുമ്പിടിച്ചിട്ടില്ല, എന്നെ കൊണ്ട് സാക്ഷിയും പറയിച്ചിട്ടില്ല, സാക്ഷി പറയണ്ടെന്നും പറഞ്ഞിട്ടില്ല, അന്ന് തൊട്ട് ഇന്ന് വരെ സ്തോത്രാഴ്ച ഉണ്ടെന്ന് ഞാൻ തന്നെയാണ്. പിന്നെ ഒരു പുതിയ പുണ്യാളൻ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ മെരുക്കാന്നൊന്നും നോക്കണ്ട, ഞാൻ അങ്ങനെ ഒതുങ്ങുന്നയാളല്ല. പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരിടത്തൊരു സഭയിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ അപ്പച്ചനോട് അന്നേരം പറഞ്ഞു, അപ്പച്ചൻ്റെ മക്കളിൽ ആരെങ്കിലും സുവിശേഷ വേലയ്ക്ക് വിളിക്കുമ്പോൾ ആ സ്കഫം കുടിഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പോരുന്നതിന് മുമ്പേ അപ്പച്ചൻ്റെ മകനെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചു, പ്രാർത്ഥിച്ച് അയക്കാനും എനിക്ക് കൃപ നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള റെബല്യസ് മനോഭാവം അൺക്ലീൻ സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷനാണ്. കീഴ്പ്പെടായിക, പറയാ, ലോജിക്കൊണ്ട് സംശയങ്ങൾ ചോദിക്കാം, സംശയ നിവാരണം ചെയ്യാൻ. നോ വൺ ഈസ് അഗൻസ്റ്റ് ഇറ്റ്. ദൈവം അതിനെതിരല്ല. ആഡം, യെശയ്യാ wanted to bargain with Jesus. യേശുവുമായി, ക്രിയേറ്റർ ഗോഡുമായി യെശയ്യാവിന് സംവാദമുണ്ടായി, അബ്രഹാമിന് സംവാദമുണ്ടായിരുന്നു. സംശയങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ ദൈവത്തോട് ചോദിക്കാം. ദൈവമേ, നീ എന്താണ് ഇങ്ങനെ പെടുന്നത്? ദുഷ്ടനെ എന്തുകൊണ്ട് നീ തഴിക്കുമാറാക്കുന്നു? പന്നന്മാരെ നീ എന്തുകൊണ്ട് സ്ഥാനങ്ങളിൽ കയറ്റിവിടുന്നു?
നീചന്മാരെ നിന്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ എന്തുകൊണ്ട് അനുവദിക്കുന്നു? സാത്താൻ വരെ നിന്റെ സന്നിധിയിൽ വന്ന് സ്റ്റാൻഡ് ചെയ്യുവാൻ നീ എന്തുകൊണ്ട് അനുവദിക്കുന്നു? ചോദിക്കാം. പക്ഷേ എന്തു പാടില്ല? നിഗളിക്കാൻ, അഹങ്കരിക്കാൻ പാടില്ല. നമ്മുടെ സംശയങ്ങളെ സ്വർഗത്തിലെ പിതാവിനോട് ചോദിക്കാം, നമ്മളുടെ മേലധ്യക്ഷന്മാരോട് ചോദിക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനോ ഒരു പില്ലറിനെയും തള്ളി താഴെ ഇടാനോ നമ്മൾക്കിടയാകരുത്. അങ്ങനെ ചെയ്താൽ അത് അപകടകരമാണ്. ഹല്ലേലൂയ. ഇനി മൂന്നാമത് നോക്കിക്കേ, ഈ അശുദ്ധാത്മാവ് ഇതിന്റെ ഒരു പ്രത്യേകത നോക്കിക്കേ. 13-ാം വാക്യം. ഈ അശുദ്ധാത്മാവ് കയറാൻ യേശു അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നിക്കൂട്ടത്തിൽ. അന്നത്തെ ജോഗ്രഫിക്കൽ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ചേ, കോണ്ടെക്സ്റ്റ് ഓഫ് ജീസസ് ടൈം. അന്ന് കൂടുതൽ നമ്മൾ വായിക്കുന്ന ഷീപ്പ്, ആട്ടിൻകൂട്ടമാണല്ലോ നമ്മൾ ബൈബിളിൽ മുഴുവനും വായിക്കുന്നത്. പന്നിക്കൂട്ടത്തെ മേയിച്ചയിൽ നിന്ന് ആരെയെങ്കിലും ദൈവശിഷ്യന്മാരായിട്ട് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. മീൻ പിടിക്കുന്നവരിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നവരിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഞാനത് കമ്പയർ ചെയ്ത് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലയിടത്തും ഞാൻ വായിച്ചു നോക്കി. എന്നാൽ പന്നിക്കൂട്ടത്തെ മേയിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് ആരെയും ദൈവം എന്ത് ചെയ്തിട്ടില്ല? കർത്താവിന്റെ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അശുദ്ധാത്മാവ് ബാധിച്ച അൺക്ലീൻ സ്പിരിറ്റ് ചോദിക്കുകയാണ്, ദൈവമേ, പിതാവേ, അല്ലെ കർത്താവേ, ജീസസ്, ഗീവ് മീ പെർമിഷൻ സോ ദാറ്റ് ഐ വിൽ ഡ്വെൽ ഇൻ. ആട്ടിൻകൂട്ടത്തിൽ പോയി പ്രവേശിക്കട്ടെന്നല്ല, പ്രാവിൻ കൂട്ടത്തിൽ പോയി പ്രവേശിക്കട്ടെന്നല്ല ചോദിച്ചത്. പന്നിക്കൂട്ടത്തിൽ അവിടെ അവന് വസിക്കാൻ പറ്റൂ, അവിടെ അവന് വസിക്കാൻ പറ്റൂ. ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് വസിക്കാൻ പറ്റത്തില്ല, പ്രാവിൻ കൂട്ടത്തിൽ കയറാൻ പറ്റത്തില്ല. എന്താ കാര്യം? അവയെല്ലാം ഡിവൈനുമായി, ഹോളിനെസ്സുമായി ബന്ധപ്പെട്ടതാണ്. അൺഹോളിനെസ്സുമായി ബന്ധപ്പെട്ട പെർസെപ്ഷനിൽ മാത്രമേ ഇത് കയറിക്കൂടാൻ കഴിയത്തുള്ളൂ. ആയതുകൊണ്ട് 2000 ഒരു മനുഷ്യനിൽ കയറിയിരുന്ന അശുദ്ധാത്മാവിന്റെ മെഷർമെന്റ് നോക്കിക്കേ, വാസ് ഈക്വൽ ടു 2000 pigs. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മളൊരു ശുദ്ധാത്മാവിനെ, ഞാൻ മണക്കാല പഠിക്കും കല്ലൂലയച്ചാൻ അവിടെ പഠിക്കാമെന്ന കുട്ടികളിൽ നിന്ന് അൺക്ലീൻ സ്പിരിറ്റിനെ ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലോസ് ആയിട്ട് പോയി നിന്ന് കാണുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്ത് പെട്ടെന്ന് മിന്നൽ പോലെ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ബാംഗ്ലൂരിലും ചെന്നപ്പോൾ അൺക്ലീൻ സ്പിരിറ്റ് വിട്ടുപോകുന്ന ശുശ്രൂഷയിൽ പങ്കുകാരനാകുവാൻ ദൈവം എനിക്ക് അവസരം തന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്നറിയാമോ? അൺക്ലീൻ സ്പിരിറ്റ് വിട്ടുപോകുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിനെവിടെയെങ്കിലും പ്രവേശിക്കണം. ഇവർക്ക് ദേഹം വേണം, ബോഡി വേണം. ഇറ്റ് ഹാസ് ടു ഡ്വെൽ ഇൻ എ ബോഡി. ബോഡി ഇല്ലാതെ അൺക്ലീൻ സ്പിരിറ്റിന് വായുവിൽ ശൂന്യാകാശത്ത് ഒത്തിരിയാൻ നിൽക്കത്തില്ല. അതുകൊണ്ടാണല്ലോ മറ്റ് സൂപ്പർസ്റ്റീഷ്യസ് ആളുകളൊക്കെ അൺക്ലീൻ സ്പിരിറ്റിനെ ഇറക്കി വിടുമ്പോൾ പാലയെ കൊണ്ട് നാണിയടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവർക്ക് ഒന്നെങ്കിൽ ഒരു വെജിറ്റേഷൻ ബോഡി വേണം, അല്ലെ ഒരു ഹ്യൂമൻ ബോഡി വേണം, അല്ലെ ഒരു ഫിഷിന്റെ ബോഡി വേണം. എന്തെങ്കിലും ഒരു ബോഡിയിലെ, അതാ പറയുന്നത്, നിന്നെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ പറയുന്നത്. ചിലർ പറയത്തില്ലേ, പാസ്റ്റേയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ, നിന്നെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. ഇങ്ങേർക്ക് പാർക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ബോഡി വേണം. അപ്പോൾ നോക്കിക്കേ, അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കിടന്നു. ഈ കൂട്ടം കടുന്തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വീർപ്പ് മുട്ടി ചത്തു. ഒരുമിച്ച് ഈ കൂട്ടം വീർപ്പ് മുട്ടി ചാകുവാനിടയായി. അപ്പോൾ ഇത് വൺ മാനിഫെസ്റ്റേഷൻ. ഇനി മനുഷ്യാത്മാവിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞ സക്രിയ പ്രവചനം 12:1 ആരെങ്കിലും ഒന്നെടുത്ത് വായിച്ചേക്കണേ. 12:1. മനുഷ്യന്റെ ആത്മാവിനെ, അപ്പം ജീവശ്വാസം ഊതിയത് ഈസ് ഈക്വൽ ടു മനുഷ്യന്റെ ആത്മാവ്. ഏദൻ തോട്ടത്തിൽ ദൈവം മണ്ണിൽ നിന്ന്, പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ജീവശ്വാസം ഊതി. ജീവശ്വാസം ഊതിയപ്പോൾ അത് പെർഫെക്റ്റ് ഹോളി സ്പിരിറ്റ് ആണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അത് ജീവന്റെ ആത്മാവാണ്, ജീവശ്വാസമാണ് അവനിൽ ഊതിയത്. അതിന്റെ കൂട്ടുവാക്യമാണ് നാം 12-ാം അധ്യായത്തിൽ വായിച്ചത്. ആകാശം വിരിക്കുകയും
ഭൂമിക്ക് അടിസ്ഥാനമിട്ട് സീ ദ ക്രിയേഷൻ, ആകാശം വിരിച്ചു സ്പ്രെഡ് ഔട്ടായി. ഫൗണ്ടേഷൻസ് ഓഫ് ദി എർത്ത് ഈസ് ഡൺ. മനുഷ്യന് കമ്മിങ് ടു ആന്ത്രോപോളജി, മനുഷ്യനിലേക്ക് വരുന്നു. മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കാൻ. ക്രിയേറ്റഡ് ഹ്യൂമൻ സ്പിരിറ്റ് ഇൻ ഹിം, നോട്ട് ഔട്ട്വേർഡ്. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്ത യഹോവയായ കർത്താവ്. അപ്പം ദൈവം നിർമ്മിച്ച ഒരാത്മാവാണ് ഹ്യൂമൻ സ്പിരിറ്റ്. ഈ ഹ്യൂമൻ സ്പിരിറ്റിന് മോറൽ ഡൈമെൻഷൻ ഉണ്ട്. നിങ്ങളും ഞാനും ചെയ്യുന്ന തെറ്റോ ശരിയോ എന്ന ബൈഫർക്കേറ്റ് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരാണ് ആത്മാവാണ് മനുഷ്യാത്മാവ്. അതുകൊണ്ടാണ് ഈ മനുഷ്യാത്മാവിൽ പലർക്കും, നോൺ ക്രിസ്ത്യൻസിന് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ചാരിറ്റി ചെയ്യാൻ കഴിയുന്നത്. മനുഷ്യാത്മാവിനകത്ത് ക്രിയേഷനിൽ തന്നെ നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള ശക്തി, പ്രാപ്തി ദൈവം കൊടുത്തിട്ടുള്ളത് കൊണ്ട് നന്മ ചെയ്യുവാൻ ആർക്കും അറിയാം. നോൺ ക്രിസ്ത്യൻ ട്രഡീഷനിലുള്ളവർക്കും അറിയാം. എന്നാൽ അതിന്റെ അപ്പുറമായി അതുക്കും മേലെ നന്മ ചെയ്യാൻ അറിയാവുന്നവരായിരിക്കണം ക്രിസ്ത്യൻസ്. ഹല്ലേലൂയ. റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ് കൈവശമാക്കിയിരിക്കുന്ന നമ്മൾ മറ്റ് നമ്മളുടെ കണ്ടംപററി കാലഘട്ടത്തിലുള്ളവരെക്കാൾ ബെറ്ററായി നന്മ ചെയ്യുവാൻ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഗാഡ്സ് ബ്രെത്ത് ഇൻ us, ദൈവത്തിന്റെ ജീവശ്വാസം ജീവനായി നിങ്ങളിലേക്ക് നൽകി തന്നിട്ടുണ്ട്. മുടിയൻ പുത്രന്റെ കഥയിലും ഇത് തന്നെയാണ് പറയുന്നത്. He went away from father's property, sold out. എല്ലാം വിറ്റു പോയി. അവിടെ ഏതായിരുന്നു? പന്നിക്കൂട്ടം. അവിടെ ആട്ടുംകൂട്ടം അല്ല കേട്ടോ, അവിടെയും പന്നിക്കൂട്ടം. അതിൻ്റെ ഫുഡ് പോലും കിട്ടിയില്ല, വിഷമിച്ചു. അവസാനം അവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന സുബോധം പൂണ്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ദൈവമക്കളെ, ബഹുമാന്യ കർത്തൃദാസന്മാരെ, നാം ഓർക്കേണ്ടുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഹ്യൂമൻ സ്പിരിറ്റ് ദൈവം നൽകി തന്നിട്ടുണ്ട്. ഇനി ഹ്യൂമൻ സ്പിരിറ്റ് കഴിഞ്ഞ് മറ്റൊരു സ്പിരിറ്റാണ് ലോകത്തിൻ്റെ ആത്മാവ്. ഇന്ന് ഇത് വളരെ വ്യത്യസ്ത നിലകളിലാണ് നമ്മളുടെ എല്ലാവരും പഠിപ്പിക്കുന്നത്. ഞാനതിനെ, ലോകത്തിൻ്റെ ആത്മാവിനെ രണ്ടായി ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് സിവിലൈസേഷണൽ സ്പിരിറ്റ്, രണ്ട് കൾച്ചറൽ സ്പിരിറ്റ്. അത് സിമ്പിൾ ഉദാഹരണം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതിനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. അല്പം കോമിക്ക് കൂടെയാണ്, സമയം പോകുന്നതുകൊണ്ടാണ് ബൈബിളിലെ വാക്യം വായിക്കാതെ. 11:40 പൊടിക്കുഞ്ഞ് സാർ ആദ്യം ഷെഡ്യൂൾ ചെയ്ത ലിസ്റ്റ് അനുസരിച്ച് അതിൽ 20 മിനിറ്റ്സ് എനിക്ക് പോയെങ്കിലും ഞാനത് കോംപ്രമൈസ് ചെയ്ത് 11:40 തന്നെ നിർത്തും. ഈ മനുഷ്യാത്മാവ് ലോകത്തിൻ്റെ ആത്മാവെന്ന് വേദപുസ്തകത്തിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. 100-ലധികം പ്രാവശ്യം സുവിശേഷങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് സിവിലൈസേഷൻ്റെ, സംസ്കാരത്തിൻ്റെ ആത്മാവ്, രണ്ട് കൾച്ചറിൻ്റെ ആത്മാവ്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയുകയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ അപ്പൻ്റെ അപ്പൻ, മരിച്ചുപോയ ഒരു ഫോട്ടോയും ഞങ്ങളുടെ തറവാട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ ഫോട്ടോയിൽ ആ പിതാവ് തലമുടി ചെയ്യേക്കുന്നത് ഇങ്ങനെ മുകളിലോട്ടാണ്. അതിനുശേഷം എൻ്റെ ഫാദർ മരിച്ചുപോയി. അദ്ദേഹം തലമുടി ചെയ്യേക്കുന്ന 50-50 50 ലെഫ്റ്റും 50 റൈറ്റും. എൻ്റെ കാലം വന്നപ്പോൾ ഞാൻ തലമുടി ചെയ്യുന്നത് 20-80 ക്ലിയർ അല്ലേ? 20-80. അതിനുശേഷം എൻ്റെ മകൻ വന്നപ്പം എല്ലാ തലമുടി ഇങ്ങനെയാണ്. ഇത് അശുദ്ധാത്മാവാണോ, ലോകാത്മാവാണോ, സംസ്കാരത്തിൻ്റെ ആത്മാവാണോ, കൾച്ചറിൻ്റെ ആത്മാവാണോ? യെസ്, ലോകാത്മാവ്. നീറ്റായി വസ്ത്രം ധരിച്ച് ഓഫീസിൽ പോകണം. ഏതാത്മാവാ? ഹോളി സ്പിരിറ്റ് എന്നോട് പറഞ്ഞു, കീറിയ പാൻറ് ഷർട്ടും കോട്ടും ഇട്ടുകൊണ്ട് എല്ലാം പറഞ്ഞു, അമേരിക്കയിൽ അല്ലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഓഫീസ് തന്നെ ടെർമിനേറ്റ് ഇറക്കി വിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സിമ്പിൾ ഉദാഹരണം പറഞ്ഞ എന്താണെന്നറിയാമോ? ഇതുപോലെ ചില കാര്യങ്ങൾ സംസ്കാരത്തിൻ്റെയും സിവിലൈസേഷൻ്റെയും ഗ്രാജുവലായ വ്യത്യാസങ്ങൾ കൊണ്ട് നമ്മളുടെ ഇടയിൽ കടന്നുകൂടും. ആയതുകൊണ്ട് നമ്മുടെ അമ്മച്ചിമാർ ചട്ടയും കൊണ്ട് നേരിയതും ധരിച്ചു. നമ്മളുടെ അതിൽ നിന്ന് ചുടിദാറിലേക്കുള്ള ട്രാൻസിഷൻ വളരെ വെല്ലുവിളിയായിരുന്നു. TV റേഡിയോ കാണത്തില്ല, വെള്ളപ്പശുവിൻ്റെ പാല് കുടിക്കത്തില്ല, പിന്നെയോ വാച്ച് കെട്ടത്തില്ല, ഫ്രീസർ ഉപയോഗിക്കത്തില്ല എന്നൊക്കെ കേട്ടതിന് ഞാൻ സാക്ഷിയാണ്. അവരുടെ എല്ലാം തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ വന്നപ്പോൾ ഇതിനെല്ലാം അബ്സോർവ് ചെയ്തു എന്നുള്ള കാര്യവും മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം ഏതിന്റെ സ്വാധീനം? അൺക്ലീൻ സ്പിരിറ്റിന്റെ സ്വാധീനമെന്ന് ഞാൻ പറയുന്നില്ല.
പരിശുദ്ധാത്മാവിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്നും ഞാൻ പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കി ഇതിന്റെ എല്ലാം പിന്നിലെ കാരണം മനുഷ്യാത്മാവ് സംസ്കാരവും കൾച്ചറുമായി ഇന്റർട്രെയിൻ ചെയ്ത് പോകുമ്പോൾ നാച്ചുറലായി സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഈ ചേഞ്ചസ് അനുസരിച്ചാണ് നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ലോകം എന്താണ്, ലോകശക്തി എന്താണ്, ദൈവം എന്താണ്, ദൈവശക്തി എന്താണ്, ദൈവത്തിന്റെ ആത്മാവ് എന്താണ്, എങ്ങനെയാണ് എന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മളുടെ മിനിസ്ട്രി ഏറ്റവും സക്സസ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ കൂടുതൽ ഈ അതോറിറ്റേറിയൻ മൈൻഡ് എന്ന് പറയുന്ന എപ്പോഴും ഈവിളാ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇടപെടുന്ന സ്ഥലങ്ങളിൽ ഹാർഡായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജോൺ ജോൻ ഇവിടെ കാണും. ഹാർഡായിട്ടൊരു കുട്ടിക്കോ ഒരാൾക്കോ എന്നേക്ക് നശിക്കുന്ന രീതിയിൽ, പേഴ്സണാലിറ്റി നശിക്കുന്ന രീതിയിൽ, ഭാവി നശിക്കുന്ന രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കുക എന്ത് കുറ്റമാണേലും സമ്മതിക്കില്ല. എന്താ കാര്യം എന്നറിയാം? ഒന്നേ, എൻ്റെ മകനുള്ളത് ആക്സിഡൻറ്റ് മരിച്ചുപോയി. ഇനി ഞാൻ കാണുന്ന ഒരു ഫ്യൂച്ചർ വേറൊരു പൈതലിലാണ്. ആ പൈതൽ നാളെ എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് പോലും ഊഹിക്കാൻ പറ്റത്തില്ല. ഞാൻ പഠിപ്പിച്ച് എൻ്റെ കൂടെ പഠിച്ച ഒരാളായൊരു ഫോറസ്റ്റ് റേഞ്ചർ റിട്ടയർഡ് ചെയ്തു. അപ്പോഴന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ മിടുക്കനും ഞാൻ മണ്ടനുമായിരുന്നു. അപ്പം അവൻ റിട്ടയർഡ് ആയിട്ട് ഞാൻ റിട്ടയർഡ് ആയില്ലല്ലോ. ഞങ്ങൾക്ക് 65 വയസ്സ് വരെയാണല്ലോ, അവർക്ക് 57 വയസ്സ് വരെയാണല്ലോ. ഞാൻ മണ്ടൻ റിട്ടയർഡ് ആയില്ല, മിടുക്കൻ റിട്ടയർഡായി. അപ്പം സണ്ണി നീ എന്തോ? ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും പ്രൊഫസറായിട്ട് പഠിപ്പിക്കുന്നു. നീ പ്രൊഫസറോ? അതെങ്ങനെയായി? ഞാൻ പറഞ്ഞു ഞാൻ PhD ഒക്കെ എടുത്തു. അവൻ മൂക്കത്ത് കൈ വെക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്നറിയാം? നമ്മളെക്കുറിച്ച് അവരൊന്നും എന്ത് കരുതിയില്ല. പടിപടിയായി വർദ്ധിച്ചു വരുന്ന വെളിപ്പാട് സ്വീകരിച്ചവരുടെ ഭാവിയെ beyond human imaginations and calculations, it will be grown by the power of the Holy Spirit and work of the Holy Spirit. No man, human energy cannot block him or her. ദൈവത്തിന്റെ സന്നിധിയിൽ വളർന്നു വരുവാൻ ദൈവം അനുവദിച്ചതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ ദാസന്മാർ ഒരിക്കൽ ദൈവം വിളിച്ചു. മില്യൻസ് ഓഫ് വെല്ലുവിളിയും അവരുടെ 70-75 വയസ്സുകളിൽ അവർ കണ്ടവരാണ്, സഹിച്ചവരാണ്. അതിൻ്റെ നടുവിൽ കരുത്തൊടിയാതെ നിൽക്കുന്ന ആത്മീയ നേതൃത്വത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഹാർഡ് ഡിസിഷൻസ് എടുത്താൽ പേഴ്സണാലിറ്റി ഡാമേജ് ഉണ്ടാകും. ദൈവത്തോടുള്ള വിശ്വാസം തന്നെ കുറയും. അശുദ്ധാത്മാവ് ഒത്തിരി അതോറിറ്റേറിയനാണ്. ദൈവാത്മാവ് കുറച്ചുകൂടെ സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിൻ്റെ കറക്റ്റ് വേർഡ് എനിക്കറിയാം. കുറച്ചുകൂടെ മൃദുലമാണ്. എന്നാൽ ന്യായവിധി വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആരാണ്? ഗർജിക്കുന്ന സിംഹമാണ്. ആമോസിന്റെ പുസ്തകം, ജോയേൽ പുസ്തകം, ഗർജിക്കുന്ന സിംഹമാണ് ന്യായവിധിയിൽ. അല്ലാത്തപ്പോഴെല്ലാം ഹോളി സ്പിരിറ്റ് ബ്രൂഡിങ് ഓവർ ദി വാട്ടേഴ്സ് ആൻഡ് സോഫ്റ്റ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പം ലോകത്തിൻ്റെ ആത്മാവ്, മനുഷ്യാത്മാവ്, പിന്നെ അൺക്ലീൻ സ്പിരിറ്റ്. ഞാൻ സമയമായിരുന്നാലും ഒരു ഫണ്ണി സ്റ്റോറി ഇവിടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ കാര്യം ബാംഗ്ലൂരിൽ ഈ സന്ദേശം ഒന്ന് പ്രസംഗിച്ചപ്പോൾ എൻ്റെ റിലേറ്റീവ് ഒരു ആൻറ്റി എന്ന് പറഞ്ഞ്, മോനെ ഞങ്ങളുടെ അച്ചായന് ഈ 4 ആത്മാവ് കൊണ്ടുവരാന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കാര്യം, എനിക്കിത് പ്രീച്ച് ചെയ്യുമ്പോൾ ആശയം വ്യക്തമാക്കി കൊടുക്കേണ്ട എൻ്റെ ഓഡിയൻസിന്. പറഞ്ഞ് ഞങ്ങളുടെ അച്ചായൻ വക്കീലാണ്. ഓഫീസിൽ പോകുമ്പം വണ്ടിയുടെ മുൻപിൽ നല്ല ഇന്ത്യ ടുഡേ, നല്ല ഇംഗ്ലീഷ് മാഗസിൻസൊക്കെ തുടച്ച് നല്ല ഭംഗിയായിട്ട് 1-2 എടുത്ത് വെക്കും. കോട്ടും സുട്ടും വായനാശീലമുള്ള ആളാണ്. ലോയുടെ ഏറ്റവും കണ്ടംപററി പുസ്തകം മേടിച്ച് അലമാരി വെച്ചേക്കും, വരുന്നവർ കാണാൻ, പുള്ളി വായിക്കാനല്ല. അപ്പം പാൻറ്റും കോട്ടും സൂട്ടും എല്ലാം നല്ല വൃത്തിയായിട്ട് പോകും. ഞങ്ങളുടെ അച്ചായൻ ഓഫീസിൽ പോകുമ്പോൾ ആരാണ്? ലോകാത്മാവാണ്. പിന്നെ എപ്പോഴും ആൻറ്റി മനുഷ്യാത്മാവ് എന്ന് പറയുന്ന കൊച്ചുങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചേച്ച് വരുമ്പോൾ 100-ന് 70 ഉള്ളൂ, 80 ഉള്ളൂ. അച്ഛൻ ചൂരവടി എടുത്തിട്ട് പറയും, ഞാൻ അപ്പനാ, എൻ്റെ മക്കളാണ്, എനിക്ക് തല്ലാൻ അധികാരമുണ്ട്, ബാക്കി 20 എവിടെ പോയിടി എന്നും പറഞ്ഞു. അപ്പം അച്ഛന് ഭയങ്കര മനുഷ്യാത്മാവാന്നേരം. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ആൻറ്റി ഹോളി സ്പിരിറ്റ്? സൺഡേയിൽ അച്ഛൻ ഇതേ പള്ളിയിൽ പോകുമ്പം വെള്ള പാൻറ്റും വെള്ള ഷർട്ടും. അന്ന് പിന്നെ അച്ഛൻ ഇതിന് ഡ്രം എടുക്കും, ഒരു വാക്യം കാണാൻ പിടിച്ചുകൊണ്ട് പോകും. അച്ഛനാണ് പള്ളിയിൽ ഡ്രം അടിക്കുന്നത്.
അച്ഛൻ വെള്ളയിടാതെ പോകത്തില്ല. അച്ഛൻ പള്ളിയിൽ ചെല്ലുമ്പോൾ 100% ഹോളി സ്പിരിറ്റാണ്. എപ്പോഴാണ് ആൻറ്റി അച്ഛൻ അൺക്ലീൻ സ്പിരിറ്റ്? എൻ്റെ അടുത്ത് വരുമ്പോഴെല്ലാം അൺക്ലീൻ സ്പിരിറ്റാണ്. ഹലോ ഹലോ, പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഞാൻ സബ്ജക്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഒരു വ്യക്തിയിൽ ഈ 4 ആത്മാവും ഒരുപോലെ സ്വാധീനിക്കും. ഇതിലേതിനെ ഏതുകൊണ്ട് ഓവർകം ചെയ്യണമെന്ന് ദൈവദാസന്മാർക്കറിയാം. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഈ ചിന്ത നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസരം തന്ന ദൈവത്തിൻ്റെ ദാസന്മാരോട് നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ പുസ്തകം അവൈലബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ടും വാക്കുകൾ നേരിക്കുന്നു.